ഇവിടെ ഇതാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സെറ്റ്, പമ്പ് ടെസ്റ്റ് റിഗ് എന്ന് പറയുന്നത് അപ്പാച്ചസ്. ഇതിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇതാണ് ഇതിൻ്റെ വാൽവ് എന്ന് പറയുന്നത്. ഇത് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ഇത് ഫുള്ളി ക്ലോസ് ചെയ്യരുത്. അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത് അത്രത്തോളം ഡേഞ്ചറാണ്, പൊട്ടിത്തെറിയാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഫുള്ളി ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഇവിടുത്തെ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. നമുക്കിത് കളക്റ്റിംഗ് ടാങ്ക് ഉണ്ട്. കളക്റ്റിംഗ് ടാങ്കിൽ 5 സെൻറ്റിമീറ്റർ റൈസ് ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ റൈസ് ആകാൻ വേണ്ടി ഇത്ര ടൈം എടുക്കുന്നത് നോക്കുക. അപ്പോൾ കളക്റ്റിംഗ് ടാങ്കിന് നമ്മൾ 5 സെൻറ്റിമീറ്റർ റൈസ് നോക്കുമ്പോൾ അത് ക്ലോസ് ചെയ്ത് വെക്കണം. അല്ലാത്ത ടൈമിൽ ഓപ്പൺ ചെയ്ത് വെക്കണം, കാരണം ടാങ്കിൽ ഓവർഫ്ലോ വരാൻ പാടില്ല. പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ സെൻട്രിഫ്യൂഗിൽ പറഞ്ഞ പോലെ തന്നെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കളക്റ്റിംഗ് ടാങ്കിന് ടൈം എടുക്കുക. 2, എനർജി മീറ്ററിൽ 5 ഇംപ്രഷൻസ്, 5 ടൈംസ് ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഈ കാണുന്ന നമ്മുടെ വാക്യൂം ഗേജും പ്രഷർ ഗേജും ഉണ്ട്. വാക്യൂം ഗേജ് ഉണ്ട്, പ്രഷർ ഗേജ് ഉണ്ട്. ഇവിടെ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനും ഇവിടെ MMHGയിലും എടുക്കുക. ഏതാണ് യൂണിറ്റ് നമുക്ക് വേണ്ടത് അതിലെടുക്കുക. അങ്ങനെ 5 ഫ്ലോറിലെടുക്കുക. പിന്നെ നമുക്ക് ടാക്കോമീറ്റർ ഉണ്ട്. ടാക്കോമീറ്റർ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് RPM എടുക്കാം. ഏതാണ്ട് അതിന് ഇതൊരു വാല്യൂ ഉണ്ടല്ലോ, ഏതാണ്ട് 4 ഡിസ്ചാർജിന് നമ്മൾ ചെയ്തനുസരിച്ച് ഏതാണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 RPM നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ചെയ്ത് ബാക്കിയെല്ലാം നമുക്ക് ഇക്വേഷൻ വഴി ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ.